السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ യഥാവിധി സൂക്ഷിക്കുകയും മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതും എന്ന് അള്ളാഹു ഉപദേശിച്ചതുപോലെ ആ വാക്ക് ഒന്നുകൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഓരോ ക്ലാസ്സിലും ആമുഖമായി ഓതുന്ന ഖുർആനിൻ്റെ ആയത്തിൻ്റെ അർത്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കുക, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ. അപ്പോൾ അതെപ്പോഴും ഓർമ്മയുണ്ടാവുക, മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിച്ചു പോകണമെന്ന ഒരു ഉറച്ച തീരുമാനം നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 17 നോമ്പുകൾ, 17ാമത്തെ നോമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ബാക്കി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഷഹാദത്ത് കലിമയുടെ അതിൻ്റെ തേട്ടം എന്താണ്, അത് ആ ഷഹാദത്ത് കലിമയും നാമും തമ്മിലുള്ള ബന്ധം ഒന്ന് പുനരാലോചിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കലിമ, അത് ഉച്ചരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന, അതുപോലെ തന്നെ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നിരോധിച്ചത് അത് പാടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അതുപോലെ അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളെയും സത്യപ്പെടുത്തുകയും ചെയ്യുക. ലവലേശം സംശയമില്ലാതെ ബുദ്ധി കൊണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നുള്ള കാരണമൊന്നും പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നാണോ നമുക്കറിയിച്ചു തന്നത് അത് എല്ലാം തന്നെ സത്യപ്പെടുത്തുക. അതാണ് നമുക്ക് സഹാബത്തിൽ നിന്നുള്ള മാതൃക. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം മിഅ്റാജിന്റെ സംഭവം. ഏറ്റവും അത്ഭുതകരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ ഒരു മുഅ്ജിസത്താണത്. ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്നും ഫലസ്തീനിലേക്കും അവിടെ ബൈത്തുൽ മുഖദ്ദസിലും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചു വന്ന ഒരു സംഭവം. തിരിച്ചു വന്നപ്പോൾ മക്കാ മുശ്രിക്കുകളോട് ഈ സംഭവം വിവരിച്ചപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി. അങ്ങനെ ആ സ്ഥലത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ മക്കാ മുശ്രിക്കുകൾ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇതാ പുതിയ വാർത്തയുമായി വന്നിരിക്കുന്നു. മാസങ്ങളോളം സഞ്ചരിക്കേണ്ടുന്ന ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയിക്കൊണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ് നാം ഓരോരുത്തർക്കും ഓരോ പ്രവാചകൻ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങൾക്കും പറയാനുള്ള മറുപടി. മുഹമ്മദാണോ അത് കൊണ്ടുവന്നത് എങ്കിൽ അത് സത്യമാണ്. മുഹമ്മദാണോ അത് പറഞ്ഞത്
എങ്കിൽ അത് സത്യമാണ്, അതിന് ലവലേശം സംശയമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര്, സത്യപ്പെടുത്തുന്നവൻ എന്ന അപരനാമം കിട്ടാൻ കാരണം. അപ്പൊ ഏതൊരു കാര്യം പ്രവാചകൻ കൊണ്ടുവന്നോ അതിന് പിന്നെ ശാസ്ത്രത്തിന്റെ തെളിവൊന്നും വേണ്ട, അടിത്തറയൊന്നും വേണ്ട. ഇപ്പൊ ഒരു പുതിയ മുസ്ലിം സമുദായത്തിന്റെ ഈ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഖുർആനിനെയും ഹദീസിനെയും എല്ലാം പിന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഇല്ലെങ്കിലോ അതൊന്നും പ്രചരിപ്പിക്കൂല. ശാസ്ത്രം പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും പാഠങ്ങൾ, ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ ശാസ്ത്രവുമായി യോജിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ, വായ്ത്തോരാതെ പറയാൻ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വാസമില്ല, ശാസ്ത്രം പറയണം, അത് പോരാ. എന്തെന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് അത് അപ്പടി സ്വീകരിക്കുക. ഇതാണ് ഷഹാദത്ത് കലിമയുടെ തേട്ടം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഞാൻ ഷഹീദാണ്, അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ പ്രവാചകന്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ കാര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള നന്മകളാണെന്ന് പറഞ്ഞ് ആര് തന്നെ കൊണ്ടുവന്നാലും അതിനെ പാടെ തള്ളിക്കളയുക. അതെത്ര നല്ലതാണെങ്കിലും ഷഹാദത്തിന്റെ ഓപ്പോസിറ്റാണത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം കലിമയുടെ ഓപ്പോസിറ്റാണ്, അതിന്റെ നേരെ വിപരീതമാണ് ബിദ്അത്ത്. നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരമല്ലേ, നോമ്പല്ലേ, അതുപോലെ ദിക്റുകളല്ലേ, സലാത്തുകളല്ലേ, ഖുർആൻ ഓതുന്നതല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടുവന്ന് ഇബാദത്തിന്റെ പുതിയ രൂപങ്ങളുണ്ടാക്കി, പുതിയ ആരാധനാ ക്രമങ്ങളുണ്ടാക്കി, അതെല്ലാം നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, ഔലിയാക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, ഇതെല്ലാം നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നതെല്ലാം ഷഹാദത്ത് കലിമയുടെ ഓപ്പോസിറ്റ്, അതിന്റെ നേരെ വിപരീതമാണ്. അത് തള്ളപ്പെടേണ്ടതാണ്, അത് നരകത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതായിട്ടുണ്ടാകുന്നതെല്ലാം ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടിലാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും ചെന്നെത്തുന്നത് നരകത്തിലാണ്. അപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ദീനിൽ പുതിയതായിട്ടുണ്ടാകുന്നതെല്ലാം എന്താണ്? അതെല്ലാം തന്നെ ബിദ്അത്തുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, ഈ മതത്തിൽ അത് മാതൃകയില്ലാത്ത എന്തെങ്കിലും ഒന്ന് പുതിയത് കൊണ്ടുവന്നാൽ അത് അത്ര നല്ലതാണെങ്കിലും, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റുകളാകട്ടെ, സലാത്തുകളാകട്ടെ, എന്ത് നന്മകളാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നാലും അത് നല്ലതാവുകയില്ല. ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏതൊരു പ്രവാചകന്മാർ വന്നിട്ട് അവരുടെ സമുദായങ്ങളോട് പ്രബോധനം ചെയ്ത് അവിടെ കാലം കഴിഞ്ഞു പോയാൽ ഇതുപോലെ സമുദായങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞ സമുദായങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മുൻകഴിഞ്ഞ അഹ്ലു കിതാബുകാരും ഇതുപോലെ തന്നെയാണ്. പ്രവാചകൻ വന്നു, പ്രവാചകന്മാർ ഓതിക്കൊടുത്ത ദൈവിക വചനങ്ങൾ കേട്ട് അതിന്റെ പ്രവാചകന്മാരുടെ ശിഷ്യന്മാർ അതേ രീതിയിൽ തന്നെ ജീവിച്ചു. അതിനുശേഷം അവരെ പിന്തുടർന്നു വന്നവരും അതുപോലെ തന്നെ ജീവിച്ചു. പിന്നെ അതിൽ നിന്നിങ്ങനെ വിട്ടു പോന്നു. അങ്ങനെ അവസാനം പ്രവാചകന്മാരുടെ സുന്നത്തുകൾ മാറ്റിവെക്കപ്പെട്ടിട്ട് പ്രവാചകന്റേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതാണ് നന്മയെന്ന് പഠിപ്പിച്ചു. അത് നന്മയാണെന്ന് പണ്ഡിത പുരോഹിതന്മാർ ഓതിക്കൊടുത്തു ജനങ്ങൾക്ക്. അത് ഏറ്റുപാടി, അത് സ്വീകരിച്ചു. അപ്പോഴോ സുന്നത്തുകളെല്ലാം മാറിപ്പോയി. ജീവിതത്തിൽ നിന്ന് സുന്നത്തുകൾ മാറിയിട്ട് ബിദ്അത്തുകൾ മാത്രമാകുന്നൊരവസ്ഥയിലേക്കായി തീർന്നു. അത് ഈ സമുദായത്തിനും സംഭവിക്കുക തന്നെ ചെയ്തു. അതാണ് സംഭവിച്ചത്. എല്ലാം നല്ലതാണെന്നാ പറയുന്നത്, നല്ലതാണ് അതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണം മാത്രം, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് 3 ആളുകൾ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും, 3 ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ ക്രമങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു.
അപ്പോൾ പ്രവാചകന്റെ ആരാധനകളെ കുറിച്ച് പറഞ്ഞു. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും, ഉറങ്ങും, അതുപോലെ നോമ്പ് നോക്കും, അതുപോലെ നോമ്പ് നോക്കാത്ത ദിവസങ്ങളുണ്ട്, അതുപോലെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ 3 ആളുകൾ വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അപ്പോൾ വന്ന 3 ആളുകൾ പറഞ്ഞു, അത് പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരാനിരിക്കുന്നതും അതുപോലെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്ത് ശുദ്ധനായ മനുഷ്യനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും പോരാ, ഞങ്ങൾ പാപികളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നു മുതൽ ഞാൻ രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമെന്ന് ഒരാൾ പറഞ്ഞു. 2ാമത്തെ ആൾ പറഞ്ഞു, ഇനി ഞാൻ ഒരു ദിവസം പോലും വിടാതെ കാലം മുഴുവൻ നോമ്പ് നോക്കുമെന്ന് പറഞ്ഞു. 3ാമത്തെ ആൾ പറഞ്ഞു, ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും തടയപ്പെടും, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒഴിഞ്ഞിരിക്കും, ഭാര്യയെയും കുട്ടികളെയും എല്ലാം ഒഴിവാക്കി കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞിരിക്കുമെന്ന് 3ാമത്തെ ആള് പറഞ്ഞു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, വമൻ യർഗബു അൻ മില്ലതി ഫലൈസ മിന്നി. എന്റെ ഈ മില്ലത്തിനെ അധികമായിട്ട് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അവർ പറഞ്ഞതെന്താ? ഞാൻ കൂടുതൽ നമസ്കരിക്കും, ഞാൻ കൂടുതൽ നോമ്പ് നോക്കും, അതുപോലെ തന്നെ ഭാര്യയെയും കുട്ടികളെയും ഒന്നും സ്വീകരിക്കാതെ വിവാഹം കഴിക്കാതെ ഞാൻ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യൂന്നാ പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരെന്നിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ എത്ര നല്ലതാണെങ്കിലും അതൊന്നും ഈ മതത്തിൽ ഒരു വാക്ക് കൊണ്ടുവരാൻ, ഒരു പ്രാർത്ഥനയിലുള്ള ഒരു വാചകം അത് കൊണ്ടുവരാൻ പോലും ഒരു മനുഷ്യനും അധികാരമില്ല. ഹത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഈ അള്ളാഹുവിന്റെ മതത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ അധികാരമില്ല. അല്ലെ? നമുക്കറിയാം ഖിബ്ല മാറ്റത്തെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആഗ്രഹിച്ചിരുന്ന ആളാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും. ആദ്യത്തെ ഖിബ്ല, മുസ്ലിമിന്റെ ആദ്യത്തെ ഖിബ്ല നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നായിരുന്നു. അവിടെ നിന്നും തിരിഞ്ഞ് ബൈത്തുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആഗ്രഹിച്ചിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നന്മയെന്ന് വിചാരിച്ചു. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത, അതുപോലെ ഹജ്ജ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞ മലക്കുകളാൽ പണിയപ്പെട്ട ആ ഗേഹം, അതിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണമെന്ന് വലിയ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് നന്മയാണെന്നും ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നിഷ്ടപ്രകാരം അത് ചെയ്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വരേണ്ടി വന്നു. വഹി വന്നതിന് ശേഷം മാത്രമാണ് ഒരു അസ്ർ നമസ്കാരത്തിൽ വെച്ച് 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും അടുത്ത 2 റക്അത്ത് ബൈത്തുൽ ഹറാമിലേക്കും മസ്ജിദുൽ ഹറാമിലേക്കും കഅബയിലേക്കും തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചത്. അപ്പോൾ വഹിയിലൂടെ മാത്രമേ ഈ ഇസ്ലാം ദീനിൽ ഒരു നിയമം വരികയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അതിലൊന്നും കടത്തിക്കൂട്ടാൻ പറ്റൂല. കാരണം ഇത് അല്ലാഹുവിന്റെ മതമാണ്, ഇത് അള്ളാഹുവിന്റെ മത. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഈ മതത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏത് പണ്ഡിതനാണ് കൊണ്ടുവരാൻ കഴിയുക? അല്ലെ? ആർക്കാ കഴിയുന്നത്? മഖാമു ഇബ്രാഹിം വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് അഭിപ്രായം ചോദിച്ചു. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി? എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി? ഒരു കാര്യം ഓർത്തോട്ടോ, ഞാൻ ഈ പറയുമ്പോഴെല്ലാം മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം. ചെല്ലാത്തവന് നഷ്ടമാണ്, നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക എന്നുള്ളത് ഷഹാദത്തിന്റെ താല്പര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഓരോ മുസ്ലിമും മുഹമ്മദ് നബി എന്ന് പേരൊരു സദസ്സിൽ വെച്ച് കേട്ടാൽ കൂടെ സലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് ചെല്ലുക തന്നെ വേണം. അതിൽ തർക്കമൊന്നുമില്ല കേട്ടോ.
അതിലാർക്കും തർക്കമൊന്നുമില്ല, അത് ചെല്ലുക തന്നെ വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഒരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല. ഉമറേ, അതിന് അനുവാദം കിട്ടിയിട്ടില്ല. എന്ത്? മഖാം ഇബ്രാഹിം വെച്ച് 2 റക്അത്ത് നമസ്കരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എനിക്കതിന് അനുവാദം കിട്ടിയിട്ടില്ല. നല്ലതാണ്, 2 റക്അത്ത് നമസ്കരിക്കാനല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യാൻ അനുവാദം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ടുവരാൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയണത്? പിന്നെ ആർക്കാ ഈ നിയമം ഉണ്ടാക്കാൻ കഴിയുന്നത്? എവിടെ നിന്നാ ഈ ബദരിങ്ങളുടെ ആണ്ട് കിട്ടിയത്? എവിടെ നിന്നാ പ്രവാചകന്റെ പേരിൽ നബിദിനം കിട്ടിയത്? എവിടെ നിന്നാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന് ശേഷം 7 വർഷം ജീവിച്ചിരുന്നു. ബദറിന് ശേഷം സഹാബാത്തുൽ ഖുലഫാ റാഷിദീങ്ങൾ എത്രയോ 10, 35, 40ഓളം വർഷം ഭരിച്ചു. അവരാരെങ്കിലും ഈ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാരക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുസ്ലിം സമുദായത്തിന്റെ ഒരു അവസ്ഥ ഇന്നലെ മൗലവി അത് വിശദമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് മുസ്ലിമിനോട് ചെന്നിട്ട് ബദറിനെ കുറിച്ച് ചോദിച്ചാൽ എന്താ അവർക്ക് അറിയാവുന്നത്? ആകെ അറിയാവുന്നത് നെയ്ച്ചോറും ഇറച്ചിയും വെക്കുന്ന ദിവസം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അറിയോ? എന്താ നാളെ ബദരീങ്ങളുടെ ആണ്ടാ? എന്താ പരിപാടി? പള്ളിയിൽ ഞങ്ങൾ ഉഷാറായിട്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് 2 പോത്തറുത്ത് നെയ്ച്ചോറ് വെക്കേണ്ട, അതിന് പൈസയൊക്കെ പിരിച്ച് ബദരീങ്ങളുടെ ആണ്ട് നടത്താൻ വേണ്ടി ഏതാണ്ട് ഒരു 12-13 ദിവസം തൊട്ടിട്ട് പിരിവ് തുടങ്ങും. എങ്ങനെ പിരിക്കണത്? കമ്മിറ്റിക്കാരിറങ്ങിയിട്ട് ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് തരണം, ഇല്ലെങ്കിൽ പള്ളിയിലെ മെമ്പർഷിപ്പ് ക്യാൻസൽ ആക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിരിച്ച് ബദരീങ്ങളുടെ ബദർ എന്ന് കേട്ടാൽ എന്താ ഉടനെ ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക്, നമ്മുടെ നാട്ടിലെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ബദർ എന്ന് കേട്ടാൽ ഉടനെ തന്നെ വരുന്നത് ബിരിയാണി ചെമ്പായിരിക്കും ഓർമ്മ വരുന്നത്. വേറെ എന്തറിയാം? ബദരീങ്ങളിൽപ്പെട്ട എത്ര സഹാബത്തിന്റെ പേരറിയാം? ബദറിനെ കുറിച്ച് എന്തറിയാം? എങ്ങനെയാണ് ബദർ നടന്നതെന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു മുസ്ലിമിന് അറിയുമോ? അല്ലെ? പ്രവാചക സ്നേഹം എന്ന് കേട്ടാൽ ഉടനെ വരുന്നത് എന്താ? മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഖദ് കാന മഈ ഫിൽ ജന്ന. എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവൻ എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടട്ടെ, എന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അങ്ങനെ ജീവിച്ചാൽ അവനെ എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ ഇടയിലേക്ക് ഓടി വരുന്നത് എന്താ? ഘോഷയാത്രയ്ക്ക് നടത്തി അവസാനം ഒരു അന്നദാനം, വീണ്ടും ഒരു ബിരിയാണി വിളമ്പുന്നൊരവസ്ഥ. ഒന്ന് ആലോചിക്കുക, എത്ര പരിതാപകരമാണ് അല്ലെ? മുസ്ലിം സമുദായത്തിന് എന്തിനും കഴിക്കുന്നൊരവസ്ഥയിലേക്ക് തരം താണ സമുദായം അല്ലെ? മൃഗങ്ങളെ പോലെ തരം താണു പോകുന്നൊരവസ്ഥ മുസ്ലിം സമുദായത്തിനുണ്ട്. എന്തുകൊണ്ടാ? ഖുർആനിന്റെയും തിരുചര്യയുടെയും പാഠങ്ങൾ മനസ്സിലാക്കാതെ അതിൽ നിന്ന് അകന്നകന്നു പോയപ്പോൾ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദീനിൽ പെട്ടതല്ല, തള്ളപ്പെടേണ്ടതാണ്. അത്രയ്ക്ക് ഗൗരവമുണ്ട്. ഈ ബിദ്അത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ തൗബയുടെയും അള്ളാഹുവിന്റെ അടുക്കലും അള്ളാഹുവിന്റെയും ഇടയിൽ മറയിടപ്പെടും ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉജിബത്ത് തൗബത്തു അൻ കുല്ലി സാഹിബിൽ ബിദ്അ ഹത്താ യദഅ ബിദ്അതഹു. അവന്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അവന്റെ തൗബയുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയിടപ്പെടും. തൗബ സ്വീകരിക്കൂല. കാരണം എന്താ? ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരുന്ന അതിന് പശ്ചാത്തപിക്കൂല. കാരണം നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ചെയ്യണത്. അത്രയ്ക്ക് ഗൗരവമുണ്ട്. ഈ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ തൗബ സ്വീകരിക്കൂല. അത്രയ്ക്ക് ഗൗരവമുണ്ട്. അതുകൊണ്ട് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചെറിയ സൂചനകൾ മാത്രമാണ്. നിങ്ങൾ പഠിക്കണം, ബിദ്അത്തിന്റെ ഗൗരവം നിങ്ങൾ പഠിക്കണം. എന്നിട്ടത് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം പൂർണ്ണമായിട്ട് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സംശയമുള്ളത് സംശയമില്ലാത്തതിലേക്ക് മാറ്റിവെക്കുക. ഇനി സംശയമുള്ളൊരു കാര്യ ബിദ്അത്താകോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് മാറ്റിവെച്ചേക്കുക. എന്നിട്ട് അതിനെ കുറിച്ച് പഠിക്കുക. സുന്നത്താണെങ്കിൽ പറയുക, നമുക്ക് എല്ലാവർക്കും ചെയ്യാലോ അല്ലെ? നബിദിനം കഴിച്ച സുന്നത്താണ്. പ്രവാചകൻ വഫാത്തായതിനു ശേഷം, പ്രവാചകൻ 40 വയസ്സിന് ശേഷം നുബുവത്ത് കിട്ടിയതിനു ശേഷം 23 വർഷം ജീവിച്ചിരുന്നു. സഹാബാക്കൾ 100 വർഷം വരെ, അനസ് റളിയല്ലാഹു അൻഹുവിന് 100 വർഷം വരെ ജീവിച്ചിരുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു.
പ്രിയ പത്നിമാരുണ്ടായിരുന്നു. അവർ ആരെങ്കിലും ഒരു നബിദിനം കഴിച്ചിട്ടുണ്ടോ? ഒരു നബിദിനത്തിന്റെ പേരിൽ അവർക്ക് റബീഉൽ അവ്വൽ 12 എന്ത് പ്രത്യേകത അറിയാമായിരുന്നോ? റബീഉൽ അവ്വലിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ല സഹോദരന്മാരെ, ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക. ഇല്ലെങ്കിൽ മാറി നിൽക്കുക. ആരും ഉണ്ടാകില്ല കൂട്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. അള്ളാന്റെ മുമ്പിലേക്ക് ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെന്ന് കണക്ക് പറയണം. ഒരാളും വരൂല, ഒരു ഉസ്താദും വരൂല, ഒരു പണ്ഡിതനും വരൂല, ഒരു ശൈഖും വരൂല. ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ബാപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, മക്കളുണ്ടാകില്ല. ഒറ്റയ്ക്ക് ചെന്ന് കണക്ക് പറയാൻ. അവിടെ വെച്ച് ബിദ്അത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, നാളെ പരലോകത്ത് വെച്ച് ഹൗലുൽ കൗസർ തടയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കുള്ള എന്താ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ വരും, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഞാൻ തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയുന്നത്? അവർ നമസ്കാരക്കാരാണ്. കാരണം എന്താ? അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ തിളങ്ങുന്നുണ്ടാകും. വുളൂഇന്റെ അവയവങ്ങൾ തിളങ്ങുന്നുണ്ടാകും. അപ്പൊ വുളൂ ചെയ്തവരാ, നമസ്കരിച്ചവരാ. അങ്ങനെ വുളൂഇന്റെ അവയവങ്ങളെല്ലാം തിളങ്ങി കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കും, ഹൗലുൽ കൗസർ കൊടുക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവർക്കുമിടയിൽ ഒരു മറയിടപ്പെടും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, അല്ല, എന്റെ ഖൗമല്ലേ, എന്റെ സമുദായമല്ലേ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, പ്രവാചകരെ, താങ്കൾക്കറിയില്ല, താങ്കൾക്ക് ശേഷം ഇവർ എന്താണ് പുതിയതായിട്ട് മതത്തിൽ കടത്തിക്കൂട്ടിയതെന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് ഇവർക്ക് ഹൗലുൽ കൗസർ കുടിക്കുവാനുള്ള അനുവാദമില്ല, അവർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസുഹ്കൻ സുഹ്കാ, ആട്ടി ഓടിക്കും. വിദൂരത്തേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് ആട്ടി ഓടിക്കപ്പെട്ടാൽ രക്ഷയില്ല, കഴിഞ്ഞു. അതോടുകൂടി പിന്നെ നഷ്ടത്തിന്റെ ആളുകളിലേക്കാണ് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് നമസ്കരിച്ചവരായിരിക്കും, അത് വുളൂഇന്റെ അവയവങ്ങൾ തിളങ്ങുന്നുണ്ടാവും, പക്ഷേ നബിദിനം കഴിച്ചവരായിരിക്കും, ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചവരായിരിക്കും, മൂക്കുമുട്ട തിന്നവരായിരിക്കും. അതുകൊണ്ട് അവരെ തള്ളപ്പെടും, ആട്ടി ഓടിക്കും. ഒരിക്കലും ചെയ്യരുത്, അടുത്തു പോകരുത് അതിലേക്ക്. അതിന്റെ ഒരു ചോറ് പോലും വിളമ്പാൻ കൂടരുത്, തിന്നരുത്, അതിലേക്ക് പോകരുത്. ആട്ടി ഓടിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരിക്കലും പാടില്ല. നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ബിദ്അത്തിന്റെ ഗൗരവം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. ഒന്നും അറിയിക്കാതെ പോയിട്ടില്ല അല്ലെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം ദീന. ഇന്നേ ദിവസം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, ഇനി ഒന്നുമില്ല, എല്ലാം പൂർത്തിയാക്കി, ഇസ്ലാം ദീനെ പൂർത്തിയായിട്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ തറക്തു മിൻ ഷൈഇൻ യുകദ്ദിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുക്കും അനിൻ നാരി ഇല്ലാ ഹദ്ദസ്തുക്കും ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വർഗത്തിലേക്ക് അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടല്ലാതെ ഇല്ല. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ സംശയമുണ്ടോ? അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച, എല്ലാവരും ശത്രുക്കൾ പോലും സത്യസന്ധൻ എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, നിങ്ങൾക്കെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ വിഷയം? ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ? അതിൽ നബിദിനമില്ല, അതിൽ ബദരീങ്ങളുടെ ആണ്ടില്ല, അതിൽ കുത്തുബിയത്തില്ല, അതിൽ ഈ പറയുന്ന റാത്തീബുകളോ അതുപോലെ തന്നെ സലാത്ത് ഹൽക്കകളോ ദിക്ർ ഹൽക്കകളോ ഒന്നുമില്ല. പഠിക്കണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്നും എല്ലാ കാലഘട്ടത്തും ഇവർക്കെല്ലാം പറയുന്നൊരു ന്യായം എന്താ? ഞങ്ങൾ പഠിക്കൊന്നുമില്ല. എന്താ? ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ചെയ്തു പോരാ. ഈ ന്യായം എല്ലാ കാലഘട്ടത്തും ഈ രീതിയിലുള്ള ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത് അല്ലെ. ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും, അവരോട് പറഞ്ഞാൽ, വഇദാ ഖീല ലഹും തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങളൊന്ന് പിൻപറ്റണം, ഖുർആൻ ഒന്ന് പിൻപറ്റണം, ഇത് ഖുർആനാണ്, ഇത് പ്രവാചകന്റെ ചര്യയാണ്, ഇതൊന്ന് പിൻപറ്റണം എന്ന് പറഞ്ഞാൽ ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പമാർ ചെയ്തത്, ഞങ്ങളുടെ കാരണവന്മാര് ചെയ്തതേ ഞങ്ങൾ ചെയ്യൂ, ഞങ്ങൾ അങ്ങനെ കണ്ടേക്കണേ.
അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവിടെ വാപ്പമാരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പഠിക്കാത്ത ആളുകൾ, അവർ ഹിദായത്തിലാകാത്ത ആളുകൾ എന്ത് ചെയ്തോ അതേ ചെയ്യൂ, അതിനപ്പുറത്തേക്ക് ഖുർആനോ ഹദീസുകളോ എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായം പറയുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ അക്കൂട്ടത്തിൽ ആയി പോകാൻ പാടില്ല. കാരണം നാളെ പരലോകത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് അല്ലെ, യൗമ യഗുദ്ദു ദ്ദാലിമു അലാ യദൈഹി, ആ അക്രമി കൈകടിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് അല്ലാഹ് പറയുന്നു. എന്താണ് അവിടെ വെച്ചിട്ട് ആ അക്രമി കൈകടിക്കും. എന്താ അവൻ പറഞ്ഞു പോകുന്നത്? യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, ഈ റസൂലിനൊപ്പം ഒരു മാർഗം ഞാൻ സ്വീകരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ട്, യാ ലൈതനി, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് അക്രമി കൈകടിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അവൻ പറഞ്ഞു പോകും, യാ വൈലതാ ലൈതനി ഇത്ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളുകളെ, ഇന്ന ഉസ്താദന്മാരെ, ഇന്ന ശൈഖന്മാരെ ഞാൻ കൂട്ടുകാരായി സ്വീകരിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഞാൻ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന ആളുകളെ ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ, കൂട്ടുകാരനായിട്ട് സ്വീകരിക്കാതിരുന്നെങ്കിൽ ഞാൻ നഷ്ടക്കാരനാകില്ലായിരുന്നു. യൗമ യഗുദ്ദു ദ്ദാലിം, അവിടെ അക്രമി കൈകടിക്കുന്ന ഒരു ദിവസമുണ്ട്, അവിടെ നിങ്ങൾ നഷ്ടക്കാരായി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക, സംശയമുള്ളത് പോലും മാറ്റിവെക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഷഹാദത്ത് മനസ്സിലാക്കുക. എന്നിട്ട് ഷഹാദത്തിനെ കുറിച്ച് എനിക്കറിയാം, ഞാൻ ഷാഹിദാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.